കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് BJP-യിലേക്ക് ചേക്കേറുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ തൃശൂരിൽ. മേയറെ പാളയത്തിലെത്തിക്കാൻ തന്ത്രപരമായ നീക്കങ്ങളുമായി BJP മുന്നോട്ട് പോകുന്നു. പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഒപ്പം നിർത്താൻ വിയർക്കുകയാണ് LDF. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മേയറെ കേന്ദ്രീകരിച്ചാണ് തൃശൂരിലെ രാഷ്ട്രീയം ചലിക്കുന്നത്. വികസന മുദ്രാവാക്യത്തിൽ ഒന്നാകാൻ ഒരുങ്ങുന്നു സുരേഷ് ഗോപിയും MK വർഗീസും. വികസന മുദ്രാവാക്യം മേയറുടെ BJP പ്രവേശനത്തിനുള്ള തുടക്കമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. BJP-യുടെയും തന്റെയും ആശയങ്ങൾ വിരുദ്ധമാണെന്ന് മേയർ പറയുമ്പോഴും BJP പ്രതീക്ഷയിൽ തന്നെയാണ്. ഞാൻ സുരേഷ് ഗോപിയെ അല്ല സഹകരിക്കുന്നത്. എൻ്റെ നാടിനെ സംരക്ഷിക്കുവാൻ അദ്ദേഹം ഒരു മിനിസ്റ്റർ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സഹായം തൃശ്ശൂരിൽ ലഭിച്ചാൽ അത് ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയാവുമോ എന്ന ചോദ്യത്തിന് അക്കാര്യം ചിന്തിച്ചിട്ടില്ല എന്നായിരുന്നു മറുപടി. ആവർത്തിച്ചുള്ള ചോദ്യത്തിലും നിഷേധിക്കാൻ മേയർ തയ്യാറായില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MK വർഗീസ് തൃശ്ശൂർ അല്ലെങ്കിൽ ഒല്ലൂർ സ്ഥാനാർത്ഥിയാവുമെന്നാണ് ഞാൻ ചിന്തിക്കാത്തതും. അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ഞാനിപ്പം മേയറാണ്. ആ മേയർ എന്ന നിലയ്ക്ക് എൻ്റെ കർത്തവ്യങ്ങൾ പരമാവധി നന്നായി ജനങ്ങളുടെ ഹിതമനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. അടുത്ത അങ്ങനത്തെ ഒരു ഓഫർ വന്നാൽ സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒന്നും ചിന്ത പോലും ഇല്ല. അങ്ങനെ വരാലോ ചിന്ത ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല. സുരേഷ് ഗോപിയുമായുള്ള ബന്ധം മേയറെ BJP-യിൽ എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കുറവല്ല. അടുത്ത 2 വർഷത്തിനുള്ളിൽ തൃശൂർ കേന്ദ്രീകരിച്ച് BJP-യും സുരേഷ് ഗോപിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാകും LDF-ന്റെയും UDF-ന്റെയും ജില്ലയിലെ ഭാവി നിശ്ചയിക്കപ്പെടുക. റിപ്പോർട്ടർ, തൃശൂർ. തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആദ്യമേ കണക്ക് കൂട്ടിയ ആൾ ജെയ്സൺ ആണ്. അത് സംഭവിച്ചു. ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് ജെയ്സൺ ഇപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ തെളിയുന്നത്? ഗുഡ് ഈവനിങ് സുജയ. നമ്മൾ ചില കണക്കുകൾ നേരത്തെ പറഞ്ഞതിൻ്റെ ക്ഷീണം ഇപ്പോഴും തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പല കണക്കുകളും നമ്മൾ പറയാതെ പറയേണ്ടി വരും. ഏതായാലും വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ കാര്യമായൊരു മാറ്റം സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുള്ള എല്ലാ ചരടുവലികളും രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP ഇപ്പോൾ ആ വിജയത്തിൻ്റെ അതിശക്തമായ ഉണർവിലാണ്. അതിന്നിപ്പോൾ KK അനീഷ് കുമാറിനെതിരെ പോലീസ് എടുത്ത കേസുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിൽ പോലും പ്രകടമാണ്. 10,000-ലധികം ആളുകളാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നത്. ആ ആവേശം ചോരാതെ സുരേഷ് ഗോപിയുടെ തേരോട്ടം തുടരുമ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്താൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം BJP-ക്കുണ്ട്. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ലും വ്യക്തമായ ഭൂരിപക്ഷം നേടിയിട്ടാണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത്. ഏകദേശം 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 10, 13, 13,000-നും 14,000-നും 14,500-നും ഇടയിലാണ് ഭൂരിപക്ഷം എന്നതാണ് BJP-യുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വികസനം എന്നതാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതായത് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് വികസനം കൊണ്ടുവരാൻ സുരേഷ് ഗോപി വന്നിരിക്കുന്നു. ഒരു പക്ഷേ നേരെ വലിയ പ്രവചനങ്ങൾക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നില തുടർന്നാൽ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു വലിയ മാറ്റം തൃശ്ശൂരിൽ പ്രതീക്ഷിക്കാൻ കഴിയും സുജയ.